അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രേക്ഷകരെ, അള്ളാഹു നമ്മയൊക്കെ അവൻ സ്വീകരിക്കുന്ന നല്ല മുത്തഖിയായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ, വലിയ സന്തോഷങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ വലിയ ശമ്പളക്കാരായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും മാസം ശമ്പളം കിട്ടി ചിലവൊക്കെ കഴിയുമ്പോൾ അവസാനം കടമായിട്ടാണ്, ബറക്കത്തില്ലാത്തൊരു ജീവിതം പല ആളുകളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവർ, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലിയാണെങ്കിലും കച്ചവടമാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നല്ല പുരോഗതി, അതിൽ വലിയ ബറക്കത്തുണ്ടാകാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ജീവിതത്തിൽ പകർത്തേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് പറയാനായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട യാഫിർ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ദുർറുൻ നദീം. ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, വരുമാനം വർദ്ധിക്കണം, അവരുടെ കച്ചവടത്തിൽ വലിയ ബറക്കത്തുണ്ടാകണം, അവരുടെ ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ സൂറത്തുൽ ഫാത്തിർ, പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ പേര് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, സൂറത്തുൽ ഫാത്തിർ എല്ലാ ദിവസവും ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കും. അവരുടെ ജോലിയിൽ വലിയ സന്തോഷങ്ങൾ തന്ന് അള്ളാഹു അനുഗ്രഹിക്കും. നമ്മൾ ഉദ്ദേശിക്കാത്ത വഴികളിലൂടെ വലിയ ബറക്കത്ത്, വലിയ പുരോഗതി ആ ബിസിനസ്സിൽ അള്ളാഹു നൽകും. നമ്മൾ എന്ത് ജോലി ചെയ്യുന്നോ ആ ജോലിയിൽ ശമ്പള വർധനവോ എന്തെങ്കിലും അള്ളാഹു നൽകി വലിയ ബറക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കാൻ അത് കാരണമാകുമെന്ന് ആ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം സൂറത്തുൽ വാഖിയ നിരന്തരമായിട്ട് പാരായണം ചെയ്യേണ്ട ഒരു രീതിയെക്കുറിച്ച് പല എപ്പിസോഡിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും അസ്ർ നിസ്കാരം കഴിഞ്ഞ ശേഷം സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുക, മഗ്രിബിന് ശേഷവും വീണ്ടും ഒരു സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുക. ഈ പാരായണം ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് തൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അള്ളാഹുവിലേക്ക് മനസ്സ് തുറന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ഈ സൂറത്ത് ഓതിയതിനു ശേഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക. രണ്ട് സമയത്ത് നാം സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നു. സൂറത്തുൽ ഫാത്തിർ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമായിട്ട് കൊണ്ടെടുക്കും. സൂറത്തുൽ വാഖിയ ഓതുന്ന അതേ രീതിയിൽ തന്നെ സൂറത്തുൽ ഫാത്തിറും നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമ്മുടെ ജീവിതത്തിലെ വലിയ ബറക്കത്ത്, വലിയ സന്തോഷങ്ങൾ ഉണ്ടാകാൻ അത് കാരണമാക്കി മാറ്റുകയും ചെയ്യുക എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു അത്തരത്തിലാക്കി തരട്ടെ, നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെ എല്ലാ കടങ്ങളും വീട്ടി വലിയ സന്തോഷങ്ങൾ തന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പരസ്പരം ദുആ ചെയ്യുക, അള്ളാഹു നമ്മയൊക്കെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുദ്ധമായ കാട്ടുതേൻ, പെട്ടിത്തേനല്ല, നാട്ടുതേനല്ല, കാട്ടുതേൻ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അല്പം നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം ശുദ്ധമായ നെയ്യും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. പശുവിൻ നെയ്യ്, നാടൻ നെയ്യാണ്. ആവശ്യമുള്ള ആളുകൾ കോൺടാക്റ്റ് ചെയ്യുക.